വേടന്റെ ജാതിയായിരുന്നു, വേടൻ ജാതിക്കെതിരെ സംസാരിച്ചതായിരുന്നു. 2023 വരെ 5 തവണ ഇവരെ പീഡിപ്പിച്ചു. ഇതിനു വേണ്ടിയായിരിക്കും ഇപ്പോൾ ഇങ്ങനെ ഒരു പരാതിയുമായി വന്നത്. ഇരയാണ് ആ പെൺകുട്ടി. കഞ്ചാവ് കേസിലെ പ്രതി അല്ലെങ്കിൽ പുലിപ്പല്ല് കേസിലെ പ്രതി, ഇപ്പോൾ ബലാത്സംഗ കേസിലെ പ്രതി. വലിയ ക്രൂരതയുടെ, ലൈംഗികാസക്തിയുടെ, കാമക്കണ്ണുകളുടെ, കാമവെറിയുടെ കഥകൾ ഉണ്ടായിരുന്നു എന്ന നിയമവിരുദ്ധമായ ലഹരി മരുന്ന് അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന കഞ്ചാവ് എന്ന് പറയുന്ന സാധനം അദ്ദേഹം ഉണ്ടായിരുന്ന ഫ്ലാറ്റിൽ സുഹൃത്തുക്കളോടൊപ്പം ഉണ്ടായിരുന്നത് പിടിക്കുന്നു. തന്റെ സമ്മതമില്ലാതെ ചുംബിക്കുമ്പോൾ ആ സമയത്ത് പ്രതികരിക്കാനുള്ള ഒരു ശേഷി പെൺകുട്ടിക്ക് ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇത് ഒന്നിലധികം തവണ ഇത് നടക്കുമ്പോഴാണ്, പല സ്ഥലങ്ങളിൽ വെച്ച് നടക്കുമ്പോഴാണ് പ്രശ്നം. ആ പെൺകുട്ടിയുമായി ബന്ധപ്പെടാനുള്ള സ്വാതന്ത്ര്യം ഇതൊക്കെ ആ പെൺകുട്ടിയുടെ അനുവാദത്തോടു കൂടി മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. മരിച്ചാലെന്താ, അയാളുടെ മക്കളെ കുറിച്ച് പറയും പോക്സോ കേസിലെ പ്രതിയുടെ മക്കൾ. കഞ്ചാവ് കേസിലെ പ്രതി, പുലിപ്പല്ല് കേസിലെ പ്രതി, ഇപ്പോൾ വീണ്ടും വേടൻ മറ്റൊരു കേസിനോട് പ്രതിയായിരിക്കുകയാണ്, ബലാത്സംഗ കേസിലെ പ്രതി. പക്ഷേ ഈ ഒരു കേസ് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും 3 വർഷം മുൻപ് നടന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഈ പറയുന്ന പരാതിക്കാരിയായിട്ടുള്ള പെൺകുട്ടി പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്. 2021 ആദ്യമായി ഇവരെ പീഡിപ്പിച്ചു എന്ന് പറയപ്പെടുന്നത്. പിന്നീട് 2023 വരെ 5 തവണ ഇവരെ പീഡിപ്പിച്ചു. ഇത് ബലാത്സംഗം ചെയ്തു എന്ന് പറയുമ്പോഴും ഇവരുടെ താല്പര്യത്തോടു കൂടിയാണ് വേടൻ ചെയ്തത് എന്നുള്ള രീതി നമുക്ക് അവരുടെ പരാതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ എന്തിനു വേണ്ടിയായിരിക്കും ഇപ്പോൾ ഇങ്ങനെ ഒരു പരാതിയുമായി വന്നത്? സ്വാഭാവികമായും ഒരുപക്ഷെ വേടൻ ആ കുട്ടിക്ക് വിവാഹ വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിൽ ആ വിവാഹം കഴിക്കൽ, ഇപ്പം വേടന് മറ്റൊരു പ്രണയമുള്ളതും ആ പ്രണയവുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. സ്വാഭാവികമായും വേടൻ എന്ന ഹിരൺദാസ് മുരളിയെ തനിക്ക് ജീവിത പങ്കാളിയായി കിട്ടില്ല എന്ന അങ്ങനെ ഒരു ഉറപ്പ് വന്നതിന്റെ പുറത്തായിരിക്കാം ഒരുപക്ഷെ ആ കുട്ടി ഇത്തരം ഒരു പരാതിയുമായി പോയിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ലെങ്കിൽ പിന്നെ അതിൽ മറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പക്ഷെ അത് പറയാൻ സാധിക്കില്ല. കാരണം ഒരു കേസിലെ ഇരയാണ് ആ പെൺകുട്ടി. ആ പെൺകുട്ടി ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നില്ലെങ്കിൽ പോലും ആ പെൺകുട്ടിയെ ആക്ഷേപിക്കാനൊന്നും ഞാൻ മുതിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെതായ സത്യം. പക്ഷെ ഹർഷ പറഞ്ഞു തുടങ്ങിയത് എന്താ, കഞ്ചാവ് കേസിലെ പ്രതി അല്ലെങ്കിൽ പുലിപ്പല്ല് കേസിലെ പ്രതി, ഇപ്പോൾ ബലാത്സംഗ കേസിലെ പ്രതി. അതിനുമപ്പുറത്ത് വേടൻ എന്ന് പറയുന്ന ഒരു കലാകാരൻ. എന്തുകൊണ്ടാണ് വേടന്റെ ബലാത്സംഗ കേസ് ഇത്രത്തോളം ആഘോഷിക്കപ്പെടുന്നത് എന്ന് ചിന്തിക്കണം. സ്വാഭാവികമായും നമുക്കറിയാം, മലയാള സിനിമ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിൽ ഉയർന്നു വന്ന വലിയ വിവാദങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. എത്രയോ പൊയ്മുഖങ്ങളാണ് അവിടെ പൊഴിഞ്ഞു വീണത്. നമ്മൾ ആരാധനയോടെ കണ്ടിരുന്ന പല മുഖങ്ങളുടെയും പിന്നിൽ വലിയ ക്രൂരതയുടെ, ലൈംഗികാസക്തിയുടെ, കാമക്കണ്ണുകളുടെ, കാമവെറിയുടെ കഥകൾ ഉണ്ടായിരുന്നു എന്നറിഞ്ഞ് ഞെട്ടിത്തെരിച്ച മലയാളികൾ എത്രയോ ദിവസം ന്യൂസ് റൂമുകളിൽ ചർച്ചയ്ക്ക് വെച്ച വിഷയമാണ്. എന്നിട്ട് ആ കേസിലൊക്കെ ഇന്നുണ്ടായി എത്ര നടന്മാരെ അറസ്റ്റ് ചെയ്യപ്പെട്ടു, എത്ര നടന്മാർ ശിക്ഷ അനുഭവിച്ചു, എത്ര നടന്മാരെ കേസുകളും പിൻവലിക്കപ്പെട്ടു. സ്വാഭാവികമായും നാളെ ഈ കേസും പിൻവലിക്കപ്പെടില്ല എന്ന് എന്തെങ്കിലും ഉറപ്പ് പറയാൻ സാധിക്കും? ഇല്ല, ഒരിക്കലും പറ്റില്ല. അപ്പൊ സ്വാഭാവികമായും നോക്കൂ, ഒരു സെലിബ്രിറ്റി ആവുക അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ ആവുക എന്ന് പറയുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം വളരെ വലിയ കൂടുതലാണ്. ഇപ്പോ ഹിരൺദാസ് മുരളി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തൃശ്ശൂരിലെ നഗരത്തിൽ എവിടെയെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു പരിപാടികളും അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പൂർവ്വകാലത്ത് അദ്ദേഹം ഒരുപാട് തൊഴിലിലേർപ്പെട്ടിരുന്ന ആളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അത്തരം തൊഴിലൊക്കെ ചെയ്തു പൊയ്ക്കൊണ്ടിരുന്ന ഒരു സാധാരണക്കാരനായ ചെറുപ്പക്കാരനായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ പോലും ഈ വിഷയം എടുത്ത് ചർച്ച ചെയ്യില്ലായിരുന്നു. പക്ഷേ ഹിരൺദാസ് മുരളി വേടനാവുകയും വേടൻ എന്ന ബ്രാൻഡ് ലോകോത്തര നിലവാരത്തിലേക്ക് ഉയരുകയും ലോകത്തിന്റെ വിവിധ കോണുകളിലെ അദ്ദേഹത്തിന് ലക്ഷങ്ങൾ വില പറഞ്ഞ് പ്രോഗ്രാമുകൾ ഇടുകയും പല ആളുകളും അദ്ദേഹത്തിന്റെ ഒരു പ്രോഗ്രാമിന് പിന്നാലെ നടക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും ആ സാഹചര്യത്തിൽ വേടനെതിരെ വരുന്ന ഓരോ കേസുകളും ചർച്ച ചെയ്യപ്പെടും. ഇന്നത്തെ യുവതലമുറയൊക്കെ വേടന്റെ പാട്ടുകൾക്ക് പിന്നാലെയാണ്, വേടന്റെ പരിപാടികൾക്ക് പിന്നാലെയാണ് എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അവിടെ ആദ്യത്തെ പ്രശ്നം വേടൻ ഉയർത്തിയ ജാതി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട പാട്ടുകളായിരുന്നു, വേടന്റെ ജാതിയായിരുന്നു, വേടൻ ജാതിക്കെതിരെ സംസാരിച്ചതായിരുന്നു. പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കണം, വേടന്റെ പാട്ട് കേൾക്കാൻ പോയ 99% പേരും വേടൻ മുന്നോട്ട് വെക്കുന്ന യാതൊരു വിധമായ രാഷ്ട്രീയമോ അദ്ദേഹത്തിൻ്റെതായ ആശയങ്ങളോ മുന്നിൽ പിടിച്ചുകൊണ്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് പോകുന്നവരല്ല. അവരൊക്കെ ഇഷ്ടപ്പെട്ടത് ആ പാട്ടിനെയാണ്, ആ താളത്തിനെയാണ്, ആ വൈബിനെയാണ്. അല്ലാതെ അദ്ദേഹം പറയുന്ന ഞാൻ പാടനല്ല പറയുന്നല്ല എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയ പാട്ടുകളും പല പാട്ടുകളുടെ ഒന്നും അന്തസ്സത്തെയോ ആശയമോ ഒന്നും ഒരാളും ഉൾക്കൊണ്ടിട്ടില്ല. അങ്ങനെ കൊള്ളുന്ന ഒരു സമൂഹമല്ല അദ്ദേഹത്തിന്റെ പാട്ടിന് പിന്നാലെ പോയത് എന്നത് തികച്ചും എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. ഇനി വേടനെ ആദ്യം വേട്ടയാടുന്നത് ആരാണ്? ഇവിടുത്തെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ആ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് വേട്ടയാടി എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് നിയമവിരുദ്ധമായ ലഹരി മരുന്ന് അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന കഞ്ചാവ് എന്ന് പറയുന്ന സാധനം അദ്ദേഹം ഉണ്ടായിരുന്ന ഫ്ലാറ്റിൽ സുഹൃത്തുക്കളോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ അത് പിടിക്കുന്നു. നിയമപരമായി തെറ്റാണ്. അത് സ്റ്റേഷൻ ജാമ്യം കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു തെറ്റുമായിരുന്നു. അതിനും അപ്പുറത്തേക്ക് ആരോ ഗിഫ്റ്റ് ചെയ്തൊരു പുലിപ്പല്ലും വെച്ചുകൊണ്ട് അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിട്ടത് കേരള സർക്കാരാണ്. ജാമ്യം കിട്ടി പുറത്തു വന്നതിന് ശേഷം ഇവിടുത്തെ യുവതലമുറ തങ്ങൾക്കെതിരെ തിരിയുമെന്നും വലിയൊരു വോട്ട് ബാങ്ക് തങ്ങൾക്ക് നഷ്ടപ്പെടുമെന്നും മനസ്സിലാക്കി ഇടതുപക്ഷ സർക്കാർ അയാളെ ചേർത്ത് പിടിക്കുന്ന തോന്നലുണ്ടാക്കിക്കൊണ്ട് പല വേദികളിലും സഖാവ് വേടനാക്കി വരെ ഇവിടെ അവതരിപ്പിച്ചു. അതിനുശേഷം ഇപ്പോൾ വേടന്റെ പേരിൽ ഒരു കേസ് വരുന്നു, പീഡന കേസ്. നോക്കൂ, ഒരുപക്ഷെ ഞാൻ പറയട്ടെ, ഇതിനകത്ത് ഉണ്ടാവുന്ന പ്രശ്നം ഇതാണ്. 3.5 വർഷങ്ങൾക്ക് ശേഷം
എന്തിന് ഈ പെൺകുട്ടി പരാതി നൽകി എന്നൊരു ചോദ്യം വരുന്നു. ഒരുപക്ഷെ തന്നെ വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ചു, എന്തിനാണ് പീഡനം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത് എന്ന അതാണ് ഏറ്റവും ചോദ്യമാണ് വലിയ ചോദ്യം. പൊതുസമൂഹം അവിടെ ഉയർത്തുന്നത്. ഇവർ രണ്ടുപേരും പരസ്പര സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടാകാം. ഈ പെൺകുട്ടി പറയുന്നുണ്ട് എന്റെ സമ്മതമില്ലാതെ എന്നെ ചുംബിച്ചു, പിന്നീട് പീഡിപ്പിക്കുകയായിരുന്നു എന്നുള്ളത്. തന്റെ സമ്മതമില്ലാതെ ചുംബിക്കുമ്പോൾ ആ സമയത്ത് പ്രതികരിക്കാനുള്ള ഒരു ശേഷി പെൺകുട്ടിക്ക് ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അല്ല, അപ്പൊ അത് ഓരോരുത്തരുടെയും സാഹചര്യങ്ങളാണ്, ചെന്നെത്തപ്പെടുന്ന സാഹചര്യങ്ങളാണ്. ഇതൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷെ ഇത് ഒന്നിലധികം തവണ ഇത് നടക്കുമ്പോഴാണ്, പല സ്ഥലങ്ങളിൽ വെച്ച് നടക്കുമ്പോഴാണ് പ്രശ്നമുണ്ടാകുന്നത്. ആദ്യത്തെ തവണ ഒരാളിൽ നിന്ന് മോശമായ ഒരു അനുഭവം ഉണ്ടായി, അയാൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു തവണ മാത്രമാണെങ്കിൽ അത് എന്താണ്, കുറ്റം തന്നെയാണ്. ഉറപ്പായും ആ പെൺകുട്ടി എതിർത്തിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ ശരീരം, ആ പെൺകുട്ടിയുമായി ബന്ധപ്പെടാനുള്ള സ്വാതന്ത്ര്യം, ഇതൊക്കെ ആ പെൺകുട്ടിയുടെ അനുവാദത്തോടു കൂടി മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. പക്ഷെ ഒന്നിലധികം തവണ പലയിടങ്ങളിൽ വെച്ച് നടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടിയുടെ ഉദ്ദേശശുദ്ധിയെ പലരും പൊതുസമൂഹം സംശയിക്കുന്നതിന് തെറ്റൊന്നും പറയാൻ പറ്റില്ല. വേടൻ സെലിബ്രിറ്റി ആയതുകൊണ്ട്, വേടൻ ഇവിടെ പൊതുസമൂഹത്തിന് പുതിയ സന്ദേശങ്ങൾ നൽകുന്ന ആളായതുകൊണ്ട്, വേടന്റെ ജാതി സമൂഹത്തിൽ താഴ്ത്തപ്പെട്ട ജാതി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, താഴ്ത്തപ്പെട്ട ജാതി ആയതുകൊണ്ട് വേടന് ഇതാകാം എന്നൊന്നും ന്യായവും ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്വാഭാവികമായും ഇതേതാണ്ട് ഒരുപാട് പേര് സംസാരിക്കുന്ന കേട്ടു, ഏതാണ്ട് സവർണ മനോഭാവമുള്ള സവർണ ഫാസിസ്റ്റുകൾ വേടനെ വീണ്ടും വേട്ടയാടുകയാണ്, ഇത് വേട്ടയാണ്. അതിനോടൊന്നും എനിക്കൊരു യോജിപ്പുമില്ല. അതിനിപ്പം ഇനിയിപ്പോൾ ഇവിടുത്തെ ജാതി വ്യവസ്ഥ അനുസരിച്ച് ചണ്ടാളൻ മുതൽ അങ്ങ് തമ്പുരാൻ വരെ, ബ്രാഹ്മണ ശ്രേഷ്ഠൻ വരെ ഇരിക്കുന്നവരായാലും ആരായാലും തെറ്റ് ചെയ്താൽ തെറ്റ് തന്നെയാണ്. നമുക്കറിയാമല്ലോ, പണ്ട് ഇവിടുത്തെ പല തന്ത്രിമാരും കേസിൽ കുടുങ്ങിയിട്ടുള്ളത്, ലോഹയിട്ട അച്ഛന്മാർ കേസിൽ കുടുങ്ങിയത്, ഇസ്ലാം മതവിശ്വാസികളായ ഉസ്താദക്കന്മാർ കേസിൽ കുടുങ്ങുന്നത് ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലേ. ആര് തെറ്റ് ചെയ്താലും നിയമപരമായത് തെറ്റ് തന്നെയാണ്. പക്ഷെ നമ്മുടെ നിയമങ്ങളിലെ ലൂപ്ഹോൾ ഉപയോഗിച്ചുകൊണ്ട് ചില ആളുകളെ ഉപദ്രവിക്കാൻ വേണ്ടി മാത്രം, ചിലരെ ശിക്ഷിക്കാൻ വേണ്ടി, പൊതുസമൂഹത്തിന് മുന്നിൽ വലിച്ചു കീറാൻ വേണ്ടി മാത്രം ഇത്തരം നിയമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന ആളുകളുടെ ഉദ്ദേശശുദ്ധികളെ സംശയിക്കണം. ഞാൻ അത് വേണ്ട കേസിൽ മാത്രമല്ല പറയുന്നത്, പല കേസുകളിലുമാണ്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇപ്പൊ ഞാനും ഹർഷയും കൂടി ഇവിടെ ഒരു സ്റ്റുഡിയോ റൂമിൽ നിന്ന് സംസാരിക്കുകയാണ്. ഹർഷ നാളെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ നാളെ പോലീസിൽ ചെന്നിട്ട്, ഇപ്പോൾ ആലുവ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് പറയുകയാണ്, ഇന്ന ദിവസം ഞാൻ ആ സ്റ്റുഡിയോ റൂമിൽ ഇരിക്കുമ്പോൾ ആ പുള്ളി എൻ്റെ സമ്മതമില്ലാതെ എൻ്റെ ശരീരത്തിൽ സ്പർശിച്ചു, അല്ലെങ്കിൽ എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. ചിലപ്പോൾ ഹർഷയുടെ പ്രശ്നം എന്താ, വേറെ എന്തെങ്കിലും പ്രശ്നം, ഞാൻ ശമ്പളം തരാത്ത പ്രശ്നമാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയമാകാം. അപ്പൊ സ്വാഭാവികമായും പോലീസ് ചെയ്യുന്ന എന്താ, ആദ്യം തന്നെ എഫ്ഐആർ ഇടുക. ഒരു സ്ത്രീയുടെ പരാതി കിട്ടുമ്പോൾ ആദ്യം തന്നെ എഫ്ഐആർ ഇടുക. എഫ്ഐആർ ഇട്ടതിന് ശേഷം ഇദ്ദേഹത്തിന് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് ഞാനാണെങ്കിൽ ഞാൻ ജാമ്യം എടുക്കാൻ കോടതി കയറണം, ഞാൻ ഈ പോലീസുകാരുടെ മുന്നിൽ പെടാതെ ഒളിവിൽ പോകണം, അവിടെ ഇരുന്നുകൊണ്ട് ജാമ്യം എടുക്കണം. ഈ അടുത്തിടെ അല്ലേ കേരള ഹൈക്കോടതി പറഞ്ഞത്, ഇത്തരം ഒരു ആൾക്കെതിരെ ഒരു പരാതി വരുമ്പോൾ എഫ്ഐആർ ഇടുന്നതിന് മുമ്പ് അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞത്. ഒരു എഫ്ഐആർ വീണ് കഴിഞ്ഞാൽ അയാളെ പൊതുസമൂഹത്തിന് മുന്നിൽ വലിച്ചു കീറാൻ കാത്തിരിക്കുന്ന ഒരു കൂട്ടം മാധ്യമപ്പട, നമ്മളടക്കം ഓൺലൈൻ മാധ്യമപ്പടയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തകരുന്ന എന്തൊക്കെയായിരിക്കും, ഒരാളുടെ സോഷ്യൽ സ്റ്റാറ്റസ്, ഒരാളുടെ കുടുംബജീവിതം, ഒരാളുടെ സൗഹൃദങ്ങൾ. അതൊരു ചാപ്പകുത്തലല്ലേ. എത്രയോ കാലഘട്ടങ്ങളോളം അയാളുടെ മേലിൽ ആ പീഡനവീരൻ എന്നൊരു പേര് ഇങ്ങനെ മാറിക്കിടക്കുകയല്ലേ. നോക്കൂ, ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ കണ്ടത്, ഏകദേശം 200 ചില്ലുവാനം ദിവസം ഒരു വൃദ്ധൻ പോക്സോ കേസിൽ അകത്ത് കിടന്നു. എന്തിനാ? അയാളൊരു സ്കൂളിലെ വാച്ചറായിരുന്നു. അവിടുത്തെ ഒരു പെൺകുട്ടിക്ക് അവിടുത്തെ ഒരു ചെറുപ്പക്കാരനുമായി, ഒരു കുട്ടിയുമായി ബന്ധമുണ്ടായിരുന്നു. ആ പയ്യനിൽ നിന്ന് ആ കുട്ടി ഗർഭം ധരിച്ചു. ഇത് പുറത്ത് പറയുമെന്ന പേടിയിൽ ഈ ഗർഭം പുറത്തു വന്ന പറഞ്ഞു, എന്നെ പീഡിപ്പിച്ചത് ഈ വാച്ചറാണെന്ന് പറഞ്ഞു. പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു. 200ഓളം ദിവസങ്ങൾ അദ്ദേഹത്തിന് ജയിലിൽ കിടക്കേണ്ടി വന്നു. അവസാനം വിചാരണ ആരംഭിച്ചപ്പോൾ പെൺകുട്ടി മൊഴി നൽകി, അദ്ദേഹം അല്ല എന്നെ പീഡിപ്പിച്ചതെന്ന്. എത്ര പേര് വിശ്വസിക്കുന്നു? ഇന്ന് മാധ്യമങ്ങൾ ഉള്ളതുകൊണ്ട് ഈ കഥ പറയുമ്പോൾ കുറെ പേരെങ്കിലും വിശ്വസിക്കും. ഈ മാധ്യമങ്ങളുടെ ഇത്ര അതിപ്രശ്നമില്ലാത്തിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിൽ ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മരിക്കുന്നത് വരെ ചാപ്പകുത്തി കൊടുക്കല്ലേ പീഡകൻ. ഇന്നാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ, ആദ്യം കിട്ടുന്ന വാർത്തയുടെ സ്വാധീനം എന്തായാലും രണ്ടാമത് വരുന്ന ഒരിക്കലും ഇല്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ തന്നെ ബാക്ക് മീഡിയയിൽ ഒരാളുടെ ഒരു ഇന്റർവ്യൂ വന്നു. കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ വിളിച്ചിട്ട് പറയാണ്, നിങ്ങൾക്ക് അയാളുടെ ചരിത്രം അറിയോ? ഞാൻ എന്താ, അയാൾ പോക്സോ കേസ് പ്രതിയാണ്. ഞാൻ യൂട്യൂബ് ചെയ്ത് നോക്കി. സത്യമാണ്, ഞാൻ എടുത്ത ഇന്റർവ്യൂ അല്ല, വേറെ ആളെടുത്ത, റോജനെടുത്ത ഇന്റർവ്യൂ ആണ്. നോക്കുമ്പോൾ അയാളുടെ പേരിൽ പോക്സോ കേസ് ഉണ്ട്. ഇയാൾ പോലീസ് സ്റ്റേഷനിൽ ഇയാളെ കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ, ഇയാൾ നിൽക്കുന്ന ദൃശ്യങ്ങൾ. ഞാൻ അന്നേരം റോജിനെ വിളിച്ചു ചോദിച്ചു, റോജിനെ ഇത് പണിയാണ്, ഇത് നീ അറിയാതാണ്? അല്ല ചേട്ടാ, അറിഞ്ഞിട്ടാ ചെയ്തേ. കോടതി വിധിയുണ്ട്, അയാളെ വെറുതെ വിട്ടിട്ടുണ്ട്, കേസ് തെളിവുകളില്ല, അയാൾ നിരപരാധിയാണെന്ന് പറഞ്ഞ് കോടതി എത്ര പേർക്കറിയാം? എനിക്കറിയില്ല, എല്ലാവർക്കും അറിയില്ല, ഈ വിളിച്ച ആൾക്കും അറിയില്ല. പക്ഷെ അയാൾ പോക്സോ കേസിലെ പ്രതിയാ. മരിക്കുന്നത് വരെ, മരിച്ചാലെന്താ അയാളുടെ മക്കളെ കുറിച്ച് പറയും, പോക്സോ കേസിലെ പ്രതിയുടെ മക്കൾ, അല്ലെങ്കിൽ പീഡകവീരന്റെ മക്കൾ എന്ന് പറയും. ഈ കൊടുക്കുന്ന സ്ത്രീകൾക്ക് ചിലപ്പോൾ ഒരു പരാതിയായിരിക്കും, പരസ്പര സമ്മതത്തോടെ എല്ലാ സുഖങ്ങളും അനുഭവിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിരപരാധിയായിട്ടിരിക്കുന്ന ഒരാളായിരിക്കാം.
എന്തെങ്കിലും ഒരു ദേഷ്യത്തിന്റെ പുറത്ത് നിയമത്തെ ദുരുപയോഗം ചെയ്യുക. ഇതിന് വേണ്ടുന്നത് എന്താ? ഈ കേസ് കള്ളക്കേസാണ്, ഫാബ്രിക്കേറ്റഡ് കേസാണെന്ന് തെളിയിച്ചാൽ തിരിച്ച് പരാതി കൊടുക്കുന്ന പരാതിക്കാർക്കെതിരെ നടപടി ഉണ്ടാകാൻ ഈ നാട്ടിൽ നിയമം ഉണ്ടാകണം. ഇല്ലാത്തിടത്തോളം കാലം ഇവിടുത്തെ ആളുകളുടെ പേരിൽ, ഞാൻ ഈ വേടന്റെ വിഷയത്തിലല്ല പറയുന്നത്, ജനറലൈസ് ചെയ്ത് പറയാം. വേടൻ ഈ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇനി തീരുമാനിക്കേണ്ടത് കോടതിയാണ്. വേടന്റെ ഭാഗം കേൾക്കാനുണ്ട്. വേടൻ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. വേടൻ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. വേടൻ ഒരു പക്ഷേ കോടതി ജാമ്യം കൊടുത്തിരിക്കാം. അത് സ്വാഭാവികമായിട്ടും കായ്ച്ചൊലിഞ്ഞ് നിൽക്കുന്ന മരത്തിൽ കല്ലെറിയാൻ ഒരുപാട് പേരുണ്ടാവും. അറിയില്ല ആ വിഷയത്തിന്റെ സത്യാവസ്ഥ എന്താണോ. വെറുതെ ഒരു FIR വീണതിന്റെ പേരിൽ, ഒരാളൊരു പരാതി നൽകിയതിന്റെ പേരിൽ ഒരാളെ കുറ്റക്കാരനായി കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം.